നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പൊ രാജുവിന് സന്തോഷ വാർത്തയൊക്കെ പറയാൻ അറിയാമോ? ആ കേൾക്കട്ടെ, എന്താ സന്തോഷ വാർത്ത? മാഡത്തിന് ഇത്ര ജാടയാണെങ്കിലേ ഞാനത് പറയുന്നില്ല. രാജു ഏട്ടാ എന്നോട് പറ, ഋതു ചേച്ചിയോട് പറയണ്ട, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഓക്കെ. ശരിക്കും പറഞ്ഞ എന്റെ കല്യാണം നടത്തിയത് അവളാ, നിന്റെ അമ്മ പത്മാവതി. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം അവളാണ്. നിന്നെ കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്നത്. അല്ല, അവിടെ പൂജ നടക്കുക. എല്ലാവരും വന്നാ നമുക്ക് പൂജയിൽ പങ്കെടുക്കാം. അംബികേച്ചി സോറി, ഋതുമോളെ കണ്ട സന്തോഷത്തിൽ ഞാൻ എല്ലാം അങ്ങ് മറന്നു. ശരി, എങ്കിൽ വാ. ഉണ്ടോ വർമ്മേ? ഞങ്ങൾക്ക് തന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. കുറച്ച് പേഴ്സണൽ ആണ്. മോശം, എന്റെ എല്ലാ പ്ലാനും ഇവിടെ ഇല്ലാതാക്കും. എന്നാ പിന്നെ അംബിക ചേച്ചി നിങ്ങൾ ചെല്ല്. ശരി, വാ മോളെ, വാ മോളെ. പരമു, നിന്റെ വാതുറക്കാൻ ഇവൾ ഇപ്പോഴും സമ്മതിക്കാറില്ലല്ലേ? എന്തു പറയാനാ പ്രതാപ? പിന്നെ എനിക്ക് ഇവളുടെ വാതോരാതെയുള്ള സംസാരം കേൾക്കാതെ ഒരു ദിവസം പോലും ഇരിക്കാനാവില്ലല്ലോ. അത് സോപ്പിങ്ങ വർമ്മേ. ഇക്കഴിഞ്ഞ മാസം 10 ദിവസം ഇങ്ങേര് തനിച്ച് ലണ്ടനിൽ പോയിരിക്കുകയായിരുന്നു. അത് ബിസിനസ് ട്രിപ്പ് ആയിരുന്നല്ലോ. ബിസിനസ് ട്രിപ്പ് ആണെന്ന വ്യാജേനയുള്ള കറക്കം, അത്രേ ഉള്ളൂ. ഒരു അർജന്റ് കോള. ആ, ഇത് രാജു. ഇവരെ നിനക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശ്രീലേ, ഇവനാണ് എന്റെ വിശ്വസ്തനായ PA രാജു. ഹായ് മോനെ, എവിടെയാ മോന്റെ വീട്? ഹലോ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാ മാഡം മരുതൂർ. മീറ്റിംഗ്. ഏഷ്യക്കാരനും കർക്കശക്കാരനുമായ പ്രതാപന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ശരിക്കും മിടുക്കൻ തന്നെ, സമ്മതിച്ചിരിക്കുന്നു. ആ, താൻ എന്താ പേഴ്സണായിട്ട് പറയണമെന്ന് പറഞ്ഞത്? അത് പ്രതാപ, ഇവൻ അറിയാത്ത ഒരു പേഴ്സണൽ കാര്യവും എനിക്കില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ. ഞങ്ങൾ ശരിക്കും അമേരിക്കയിൽ നിന്ന് വന്നത് അശ്വിന്റെ വിവാഹം നടത്താനാ. ഓ, ഐ എം സോറി. അവനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ മറന്നു. അവനിപ്പോ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആയിരുന്നു ചെയ്തത്. ഇപ്പോ സ്വന്തമായി ഒരു കമ്പനി റൺ ചെയ്യുക. ഓ, ഗുഡ്. ഡോ, ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ. താൻ എതിരൊന്നും പറയില്ലാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അശ്വിന്റെ പെണ്ണായി ഋതികയെ തരുമോന്ന് ചോദിക്കാനാ ഞങ്ങള് വന്നത്. എല്ലാം അറിയാവുന്ന നീ തന്നെ ഇങ്ങനെ ചോദിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, ഞാൻ തന്റെ ഭാഗത്താണോ പത്മാവതിയുടെ ഭാഗത്താണോ തെറ്റെന്ന് തന്നെ ചോദ്യം ചെയ്യാനോ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് തന്നെ കുറിച്ച് നന്നായി അറിയാം. ഞാനിപ്പോ ആലോചിക്കുന്നത് ഋതുമോളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമാ. ഋതുമോളെ നീ എനിക്ക് താ, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അവളുടെ എഡ്യൂക്കേഷൻ പോലും ശരിയായ രീതിയിലല്ല വന്ന് നിൽക്കുന്നത്. എന്തു പറ്റി? ഋതികയുടെ വിദ്യാഭ്യാസത്തിന് എന്താ പറ്റിയേ? അവളുടെ ഡിഗ്രി എക്സാം റിസൾട്ട് കുറച്ചു ദിവസം മുമ്പാണ് വന്നത്. അവള് ഒരു സബ്ജക്റ്റിന് ഫെയിലായി. ഇതാണോടോ വലിയ പ്രശ്നം? പാവം ഋതുമോള്. തന്റെ ഈ സ്വഭാവത്തിന് ആ പാവം കുട്ടിയെ ഒരുപാട് വഴക്കു പറഞ്ഞു കാണുമല്ലോ. എന്തായാലും എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പിന്നോട്ടാണെങ്കിൽ അച്ഛന് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ശ്രീകലേ? സർ, ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിൽ സാർ ക്ഷമിക്കണം. ഋതിക മാഡം അങ്ങനെ എഡ്യൂക്കേഷന്റെ കാര്യത്തില് പിന്നോട്ടൊന്നുമല്ല. മാഡം എക്സാമിന് സബ്ജക്ട് മാറി പ്രിപ്പയർ ചെയ്തതാ. അങ്ങനെ ഒരു അബദ്ധത്തിലാ മാഡം തോറ്റത്. അതും വെറും 2 മാർക്കിന്. സത്യം പറഞ്ഞ ഒരു സപ്ലിമെന്ററി എക്സാം എഴുതിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മാഡത്തിന് പഠിക്കാനൊക്കെ വലിയ താല്പര്യ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? നമുക്ക് സപ്ലിമെന്ററി എക്സാം എഴുതിക്കാം. ഓ, അതൊന്നും ഇനി ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല.
എന്താടോ ഇത്? തനിക്ക് തന്റെ മകളെ എന്നെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ താൻ ഇങ്ങനെ ഓരോ റീസൺ പറയുന്നത്? ഹേയ് അതൊരിക്കലും അല്ല. സാറ് പെർമിഷൻ തന്നാൽ ഋതിക മാഡത്തിനെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കാം. മാഡം ജയിക്കും. ഉറപ്പാണോ രാജു? ഇതുവരെ നീ എന്നോട് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാതിരുന്നിട്ടില്ല. റിസ്ക് എടുക്കണോ? ഒരു റിസ്കും ഇല്ല സാർ. മാഡത്തിന് ട്യൂഷൻ എടുക്കാൻ സാർ എനിക്ക് പെർമിഷൻ തന്നാൽ മതി. ഞാൻ മാഡത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ശ്രീകല മാഡം, ഋതിക മാഡം ഈ എക്സാമിന് ജയിക്കും. ഇതെന്റെ വാക്കാ. ശരി. ഹോ, അങ്ങനെ നീ സമ്മതം മൂളിയല്ലോ. നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോടോ. അപ്പോ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞു. അതെ, അശ്വിനെ ഋതുമോൾക്ക് ഇഷ്ടാവും. അവനും ഋതുമോളും ഒന്നിച്ചു നിന്ന അവരായിരിക്കും ദ പെർഫെക്റ്റ് കപ്പിൾ. അവിടെ എന്തൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. എന്തായിരിക്കും? അപ്പോ വർമ്മയ്ക്ക് സന്തോഷമാണല്ലോ അല്ലേ? എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പോ നമ്മളിനി മുതൽ ഫ്രണ്ട്സ് മാത്രമല്ല, ബന്ധുക്കൾ കൂടിയാ. വരൂ വരൂ, പൂജ കഴിയാറായി തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. ശരി. വാ പരമു, നടക്കാം. അപ്പോ വിവാഹ കാര്യം തൽക്കാലം മാഡം അറിയാതെ നോക്കണം. അതറിഞ്ഞ മാഡം പരീക്ഷയിൽ തോക്കാനേ ശ്രമിക്കൂ. പ്രതാപ, എന്തിനാ ശ്രീകല വന്നത്? എന്താ നിങ്ങൾ സംസാരിച്ചത്? അല്ല, പൂജയിൽ പങ്കെടുക്കാൻ വന്നിട്ട് അവര് നിന്നോട് സംസാരിക്കായിരുന്നല്ലോ. അത് ചേച്ചി, അവര് എന്നോടൊരു ആഗ്രഹം പറഞ്ഞു. ചേച്ചിയോടൊന്നും ചോദിക്കാതെ, അല്ല ചേച്ചിയോടൊന്നും ആലോചിക്കാതെ എനിക്ക് അവർക്കൊരു വാക്ക് കൊടുക്കേണ്ടി വന്നു. ചേച്ചിക്ക് എന്നോട് പിണക്കമെന്ന് തോന്നരുത്. വാക്കോ? എന്ത് വാക്ക്? അത് പിന്നെ അവരുടെ മകൻ അശ്വിന് ഋതികയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. അത് സന്തോഷമുള്ള വാർത്തയാണല്ലോ. നന്നായി പ്രതാപ. ഋതുമോൾക്ക് ഈ ബന്ധം ഒരു ഭാഗ്യാണെന്നേ ഞാൻ പറയൂ. ശ്രീകല ഋതുമോളെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളൂ. ശരി ചേച്ചി. അച്ഛന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് വന്നവരുടെ ഉദ്ദേശം എന്തായിരിക്കും? പെരുമാറ്റമൊക്കെ കണ്ടിട്ട് നല്ലവരാണെന്നാ തോന്നുന്നത്. മാഡം, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഓ, അപ്പൊ രാജുവിന് സന്തോഷ വാർത്തയൊക്കെ പറയാൻ അറിയാമോ? ആ, കേൾക്കട്ടെ. എന്താ സന്തോഷ വാർത്ത? മാഡത്തിന് ഇത്ര ജാടയാണെങ്കിലേ ഞാനത് പറയുന്നില്ല. രാജു ഏട്ടാ, എന്നോട് പറ. ഋതു ചേച്ചിയോട് പറയണ്ട. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.